Vadakara is one of the most happening constituencies in Kerala right now, and it is set to see an exciting fight between CPM's Shailaja Teacher and Congress's Shafi Parambil. But among the two of them, who has a higher chance of winning? And what are the issues that will shape the decision of the voters there? We asked that question to a few people. ആർക്കാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ? ഷാഫി പറമ്പിലിന് കുറവാണ്. BJP കാൻഡിഡേറ്റോ? BJPക്കും ചാൻസ് വളരെ കുറവാണ്. രണ്ടാം സ്ഥാനം ഷാഫി. ഇത് ഈ TPയുടെ ഈ കൊലപാതകം അത് കഴിഞ്ഞില്ല. TPയിലെ കൊലപാതകം കഴിഞ്ഞില്ല. അത് 11-12 വർഷമായില്ലേ. അത് അങ്ങനെ അത്ര കൊലപാതകം ഒരുപാട് കഴിഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത്. ഇപ്പൊ ഇവിടെ വടകര ആര് ജയിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിശ്ചയമായിട്ടും ജയിക്കേണ്ടത് ഇയാളാണ്, ഷാഫിയാണ്. അതിന്റെ കാരണം പ്രത്യേകം പറയാം. ഇവിടെ ഈ CPM കൊലപാതകം നടത്തുന്നല്ല ഒരുപാട്. ഇപ്പോൾ സിദ്ധാർത്ഥനെ കൊന്ന്, സിദ്ധാർത്ഥൻ 4 ദിവസം വെള്ളം കൊടുക്കേണ്ട സിദ്ധാർത്ഥനെ കൊന്നു. ഒരാളെ ഒരു വീട്ടിൽ കൊന്ന പ്രശ്നമല്ല, 4 ദിവസം വെള്ളം കൊടുക്കാണ്ട് കൊന്നു. അതായത് ജനങ്ങളെ മനസ്സിൽ ഒരിക്കലും ജയിക്കാൻ പാടില്ല, ജയിക്കില്ല. ജയിക്കാൻ പാടില്ല. അതിനെല്ലാം ജനങ്ങളെ മനസ്സിലുണ്ട്. അതൊരിക്കലും പോവില്ല. ചന്ദ്രശേഖരൻ്റെ കഴിഞ്ഞ് അത് പോട്ടെ. അതിന് ശേഷം എത്ര നടന്ന് എവിടെയെല്ലാം കൊയിലാണ്ടി കോളേജിൽ, കൊയിലാണ്ടി സ്കൂളിൽ, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ജയിക്കില്ല, ജയിക്കാൻ പാടില്ല. ചേട്ടനെന്തോ എതിരഭിപ്രായമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഇവർ പറയുന്ന നോക്കി നിങ്ങൾ ഈ ചാനൽ ഇടുന്നുണ്ട്. അതിൽ ഓറഞ്ചാൽ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. വർഷങ്ങളായിട്ടില്ല, 10ാമത്തെ വയസ്സ് തുടങ്ങിയ അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരിക്കൊരു കാര്യമുള്ള കാര്യമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടീച്ചർ ജയിക്കും, ഞാൻ ടീച്ചർ എന്ന് വെച്ചാൽ പിന്നെ വടകര മണ്ഡലത്തിൽ വെച്ചാൽ 7 നിയമസഭാ മണ്ഡലത്തിൽ ഒരു മണ്ഡലം മാത്രമാണ് UDFിനുള്ളൂ. ബാക്കി 6 LDFിൻ്റെ കേന്ദ്രങ്ങളാണ്. ടീച്ചർ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ വോട്ടർമാർ അവർ സുന്ദരമായിട്ട് വരും. അപ്പൊ BJPക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? BJPക്ക് നോക്കണ്ട.